വേദിയിലിരിക്കുന്ന UKKCAയുടെ പ്രിയപ്പെട്ട സാരഥികളെ, വേദിയുടെ മുൻഭാഗത്തിരിക്കുന്ന UKKCAയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വിശിഷ്ട അതിഥികളെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തന്നിരിക്കുന്ന സമയം 10 മിനിറ്റാണ്. അതുകൊണ്ട് ഏറ്റവും ചുരുക്കി സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഒരുപാട് വേദികളിൽ ജാലവിദ്യാ പരിപാടി നടത്തിയിട്ടുണ്ട്. ഒരുപാട് കൺവെൻഷൻ സെൻറ്ററുകളിൽ ജാലവിദ്യാ പരിപാടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ ഇത്രയും വലിയൊരു സദസ്സിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജനസാഗരം എന്നൊക്കെ പറയുന്നത് പോലെ ഈ കൺവെൻഷൻ സെൻറ്ററിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ വലിയൊരു സദസ്സിനെ നോക്കി സംസാരിക്കുവാൻ ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ലണ്ടനിലുള്ള ഷാൻസ് പ്രോപ്പർട്ടീസിൻ്റെ മിസ്റ്റർ ഷാനും രാവിലെ 10 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. ഒരു 12:30 മണിക്ക് ഇവിടെ എത്തിച്ചേരാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ട്രാഫിക് വളരെ അധികമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം 1 മണിക്കൂർ സമയമാണ് ഞങ്ങൾ ആ ക്യൂവിൽ നിന്നത്. ഇവിടെ അകത്തിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വലിയൊരു സദസ്സ് പുറത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സദസ്സും ഈ സദസ്സും ചേർന്ന് കഴിഞ്ഞാൽ ഈ UKKCAയുടെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രൗഢഗംഭീരമായ ഈ ഓഡിയൻസിനോട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഞാനിവിടെ മുമ്പിലിരിക്കുമ്പോൾ എന്ത് ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കേണ്ടത് എന്നാണ് ചിന്തിച്ചത്. ബഹുമാനപ്പെട്ട തിരുമേനിയെ സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങളെ എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരികളുമായി വിശേഷിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഒരു സൗന്ദര്യ മത്സരം വെച്ച് കഴിഞ്ഞാൽ ആരാണ് സുന്ദരൻ ആരാണ് സുന്ദരി എന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തിരുമേനി സംസാരിച്ചു തുടങ്ങിയത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇറ്റാലിയൻ ഫിലോസഫറായ ബെനഡിക്റ്റോ ക്രോച്ചെ പറഞ്ഞ ഒരു മനോഹരമായ വാചകമാണ്. ആ വാചകം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞു, സത്യത്തിന് മുമ്പിൽ സൗന്ദര്യം ഒന്നുമല്ല. ഒരു ദുരന്തത്തിനോ ദുരിതത്തിനോ ദുഃഖത്തിനോ നശിപ്പിക്കാൻ സാധിക്കാത്ത എന്ത് സൗന്ദര്യമാണ് ഈ ലോകത്തുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നമുക്കറിയാം, ഒരു പ്രളയം വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. കോവിഡ് എന്നൊരു മഹാമാരി ലോകത്തെ മുഴുവൻ പിടിച്ചു മുറുക്കിയ സമയത്ത് ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നും സത്യമാണ് ഏറ്റവും മനോഹരമായ സൗന്ദര്യമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സൗന്ദര്യം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി W വേർഡ്സ്, വാക്കിലാണ് സൗന്ദര്യം. A പ്രവൃത്തിയിലാണ്, ആക്ഷൻസ്, പ്രവൃത്തിയിലാണ് സൗന്ദര്യം. T തോട്ട്സ്, ചിന്തകളിലാണ് സൗന്ദര്യം. C നമ്മുടെ ആത്മവിശ്വാസത്തിലാണ് സൗന്ദര്യം, കോൺഫിഡൻസ്. H ഹ്യൂമാനിറ്റിയിലാണ് സൗന്ദര്യം. ഞാൻ ക്നാനായ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മഹത്തരമായിട്ട് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ അക്ഷരം H ഹ്യൂമാനിറ്റി എന്നുള്ളതിലാണ്. നിങ്ങൾ കാണിക്കുന്ന മാനവികത, നിങ്ങൾ കാണിക്കുന്ന മാനുഷികത, അതിലാണ് ഞാൻ സൗന്ദര്യം കാണുന്നത്. ബഹുമാനപ്പെട്ട തിരുമേനി ഇവിടെ പറയുകയുണ്ടായി, ഈ വേദിയിൽ ഇരിക്കുന്നവരെല്ലാം ക്നാനായക്കാരാണെങ്കിൽ ഗോപിനാഥ് മുതുകാട് മാത്രം ക്നാനായക്കാരനല്ല, ഒരു മനുഷ്യനായിട്ട് കാണുന്നതാണ് എന്നുള്ളത്. ഈ ലോകം മുഴുവൻ ഒരിക്കലും ഒരു ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മുസൽമാനായിട്ടോ എന്നെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. ഒരു മനുഷ്യനായിട്ട് മാത്രം എന്നെ കാണുമ്പോഴാണ് എന്നിൽ ഞാൻ എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് എന്നും ഒരു മനുഷ്യനായിട്ട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് വാക്കിലുള്ള സൗന്ദര്യത്തിലേക്ക്. W ഫോർ വേർഡ്സ്. ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിൾ പറയുന്നുണ്ട്, അല്ലേ? ആദിയിൽ വചനമുണ്ടായി. അപ്പോൾ വാക്കിലാണ് സൃഷ്ടി, വാക്കിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. സൃഷ്ടിയുടെ താക്കോലാണ് വാക്കെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയിരിക്കുന്ന മാതാപിതാക്കൾ, ഇവിടെയിരിക്കുന്ന ഓരോ മലയാളിയും നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ മക്കളോട് സംസാരിക്കുന്ന സമയത്ത്, മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, അവിടെയാണ് വാക്കിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, ലോകം കണ്ട ഏറ്റവും വലിയ വയലിനിസ്റ്റ്
യഹൂദി മെനിഹിൻ. അദ്ദേഹം ഒരു കച്ചേരി കഴിഞ്ഞതിന് ശേഷം കാണികൾക്കിടയിലേക്ക് ഇറങ്ങി. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഓട്ടോഗ്രാഫിന് വേണ്ടി ചെന്നു. അദ്ദേഹം ഓട്ടോഗ്രാഫ് എഴുതിക്കൊടുത്ത് കൈ കഴച്ച് പേന മടക്കി പോക്കറ്റിലിട്ട് മുന്നിലേക്ക് നടക്കുന്ന സമയത്ത് പൂച്ച കണ്ണുകളുള്ള ചെമ്പൻ മുടിയുള്ള പാവരക്കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞുമോള് വന്നിട്ട് ചോദിച്ചു, അങ്കിൾ ഒരു ഓട്ടോഗ്രാഫ് തരുമെന്ന് ചോദിച്ചു. എന്തുകൊണ്ട്? അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കൊണ്ട് യഹൂദി മെനിഹിൻ പറഞ്ഞു, വയ്യ മോളെ, മടുത്തുപോയി എന്ന് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, കവിളുകൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു. ആ കുട്ടി ചോദിച്ചു, അങ്കിളെ തളർന്നുല്ലേ? പൊക്കോ അങ്കിൾ. എൻ്റെ കൈ കണ്ടോ ചോന്നിരിക്കുന്നത്? എന്താണെന്നറിയോ? അങ്കിള് കച്ചേരി തുടങ്ങിയ സമയം മുതൽ കൈയടിച്ച് ചോന്നതാണ് ഈ കൈയെന്ന് പറഞ്ഞു. യഹൂദി മെനിഹിൻ വിറച്ചുപോയി. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് പിടിച്ചു മേടിച്ച് എല്ലാ താളിലും ഒപ്പിട്ട് നിറച്ചു. അവസാനത്തെ താളിലും ഒപ്പിട്ടതിന് ശേഷം ആ കുട്ടിയോട് ചോദിച്ചു, ഇനി മോക്ക് എവിടെയാ ഒപ്പ് വേണ്ടതെന്ന് ചോദിച്ചു. ആ കുട്ടി ചോദിച്ചു, അങ്കിളിന് എൻ്റെ ഹൃദയത്തിൽ ഒരു ഒപ്പിട്ട് തരാൻ സാധിക്കുമെന്ന് ചോദിച്ചു. യഹൂദി മെനിഹിൻ എഴുതുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം, എൻ്റെ അധ്യാപകർക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം ജീവിതത്തിൽ നിന്ന് ആദ്യമായി കണ്ട ആ കുട്ടി പറഞ്ഞ ഒരു വാചകം, ആ കുട്ടിയുടെ കൈപ്പത്തിയുടെ ചുവപ്പ് നിറം എൻ്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് മനോഹരമാണ്. ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ, നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ, ഒരു വലിയ സദസ്സിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, തീർച്ചയായിട്ടും ആ വാക്കുകൾക്ക് ചിന്തകളെ മാറ്റിമറിക്കുവാനുള്ള കരുത്തുണ്ടാവണം. അവിടെയാണ് വാക്കിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. വാക്കിൽ നിന്നാണ് പ്രവൃത്തികൾ ഉണ്ടാവുന്നത്. ആ പ്രവൃത്തികൾക്ക് തീർച്ചയായിട്ടും സൗന്ദര്യമുണ്ടാവണം. നമ്മുടെ പ്രവൃത്തികൾ എത്രമാത്രം ശുദ്ധമാണ് എന്ന് നമ്മളോട് തന്നെ സ്വയം ചോദിക്കണം. അത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ നടക്കുന്ന വഴികൾ കൃത്യമാണോ? ഞാൻ നടക്കുന്ന മാർഗം ശരിയാണോ? എൻ്റെ ചിന്തകൾ ശരിയാണോ? ഇത് സ്വയം ഓരോ നിമിഷവും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രവൃത്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ചിന്തകളാണ് എല്ലാം. ചിന്തകൾ എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള ചിന്തകളാണ്. നമ്മുടെ ഉള്ളിൽ എന്ത് കാണുന്നു എന്നതാണ് പ്രധാനം. ആ ചിന്തകളിൽ പുതിയ ചിന്തകൾ ഉണ്ടാവണം. കുട്ടികൾ, നമ്മൾ വളർന്നു വരുന്ന സമൂഹത്തിലല്ല നമ്മുടെ കുട്ടികൾ വളരുന്നത്. കുട്ടികൾ പുതിയ ലോകത്തിലേക്കാണ് കടന്നു വരുന്നത്. അവരുടെ ചിന്തകളിൽ പുതിയ ആശയങ്ങൾ നിറച്ചു കൊടുക്കുവാൻ മാർഗദർശികളാവുക എന്ന് പറയുന്നതാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ, അത് ജ്ഞാനായാണെങ്കിലും ഏത് സഭയാണെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് കടലിലേക്ക് എറിയുന്ന വല പോലെയാണ്. അതിൽ വലിച്ചെടുക്കുന്ന മീനുകളിൽ നല്ല മീനുകളെ ശേഖരിക്കുകയും ചീത്ത മീനുകളെ വലിച്ചെറിയുകയും ചെയ്യും. എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനടിസ്ഥാനമാക്കി ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, ജീസസ് മലയിറങ്ങി വരികയാണ്. സുന്ദരനായിരുന്നു ജീസസ്. നീലത്തടാകം പോലെ വിരിഞ്ഞ കണ്ണുകളുമായി അഴിച്ചിട്ട മുടിയുമായി ജീസസ് നടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാനും കേൾക്കാനും വേണ്ടി ഒരു പുരുഷാരം കടലോരത്തെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും മുക്കുവരായിരുന്നു. മുക്കുവരുടെ ഭാഷയായിരുന്നു ജീസസിൻ്റേത്. ആ മുക്കുവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ചോദിച്ചു, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വലുതുമുണ്ടോ? ചോദ്യം ഇതാണ്, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വലുതുമുണ്ടോ? എല്ലാവരും കൂടയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, പുതിയ മീനൊന്നുമില്ല എന്ന് പറഞ്ഞു. ജീസസ് വിരിഞ്ഞ കണ്ണുകളുള്ള ഒരു കുഞ്ഞിന് നേരെ നടന്നെടുത്തു. ആ കുട്ടിയോടാണ് ചോദിക്കുന്നത്. ആ കുട്ടിയുടെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, ആ കുട്ടിയുടെ അസ്ഥിയിലേക്കും മജ്ജയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട്, ആ കുട്ടിയുടെ ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ ചോദ്യം കേട്ടോ, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യം കേട്ട ആ കുഞ്ഞ് ചാടി എണീറ്റ് പറഞ്ഞു, ഉണ്ട്, പുതിയ മീനുണ്ട്. വല്ലതും മനസ്സിലായോ? ഇല്ല. നമ്മുടെ തലയ്ക്കകത്ത് ന്യൂറോണുകൾ കെട്ടിക്കിടക്കുകയാണ്. ആ ന്യൂറോണുകളെ കോർത്ത് കെട്ടിയിരിക്കുന്ന നാഡീ ഞരമ്പുകളെയാണ് ഈ വല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ വലയ്ക്കകത്ത് പുതിയ ആശയങ്ങൾ വല്ലതുമുണ്ടോ? നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവരുടെ ചിന്തകളിൽ പുതിയ ആശയങ്ങൾ നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റോൾ മോഡലാവേണ്ടത് മാതാപിതാക്കളാണ്. ഇത് ഏറ്റവും പ്രധാനമാണ്. ഇനിയുള്ള അക്ഷരം എന്ന് പറയുന്നത് C for കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് കരുത്ത് നൽകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഏതൊരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാലും ആ തോൽവിയിൽ നിന്ന് എണീറ്റ് പോകാനുള്ള ചങ്കൂറ്റമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളൊരു പക്ഷേ അറിഞ്ഞു കാണും, ഈ അടുത്ത കാലത്ത് ഞാൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? സോഷ്യൽ മീഡിയയുടെ ആക്രമണം, ശക്തമായിട്ടുള്ള ആക്രമണം. എങ്ങനെ ഞാൻ ഈ രംഗത്തേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
സംസ്ഥാന ഗവൺമെൻറ് കാസർഗോഡ് നടത്തിയ ഒരു പരിപാടി, അത്രയും കാലം ഭിന്നശേഷി മേഖലയെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ലായിരുന്നു. എൻഡോസൾഫാൻ്റെ ദുരിത മേഖലയിൽ പെട്ടുഴലുന്ന എത്രയോ കുട്ടികൾ, 10,000-കണക്കിന് കുട്ടികളുടെ പ്രദേശമാണ് കാസർഗോഡ്. അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ആ വേദിയിൽ നിന്ന് ഷോ നടത്തി കഴിഞ്ഞപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിലത്ത് കിടന്നിഴയുന്ന ഓട്ടിസം ബാധിച്ച, സെറിബ്രൽ പാൾസി ബാധിച്ച, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള നിരവധി കുഞ്ഞുങ്ങളെയാണ് കാണുന്നത്. പരിപാടി കഴിഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 18 വയസ്സുള്ളൊരു കുട്ടിയെ താങ്ങി പിടിച്ചിരിക്കുന്ന ഒരു അമ്മയാണ്. അമ്മയുടെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ട്, കുട്ടിക്ക് കൊടുക്കുന്നില്ല. ഞാനവിടെ ചെന്ന് ചോദിച്ചു, എന്തേ ഭക്ഷണം കൊടുക്കാത്തതെന്ന് ചോദിച്ചു. യമ്മർ ഒറ്റ കരച്ചിലാണ്. പിന്നെ അമ്മ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തവൻ്റെ വായിൽ വെച്ചാലോ കഴിക്കുള്ളൂ, ചവയ്ക്കാൻ അറിഞ്ഞൂടെ സാറേ എന്ന് പറഞ്ഞു. അവരിൽ നിന്ന് അങ്ങോട്ട് ആ അമ്മ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അവിടെ നിന്നാണ് എൻ്റെ ചിന്താഗതികൾ മാറിയത്. ഞാൻ മാജിക്കിൽ മാത്രം പ്രണയിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. 7ാമത്തെ വയസ്സിൽ മാജിക്ക് പഠിച്ചു തുടങ്ങി. 10ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ച് 45 വർഷം മാജിക്കിന് മാത്രം സ്വപ്നം കണ്ടു നടന്നൊരു മനുഷ്യനാണ്. 56 രാജ്യങ്ങളിൽ മാജിക്ക് പെർഫോം ചെയ്തു. മാജിക്കിന് കിട്ടാവുന്ന മെർലിൻ അവാർഡ് എന്ന് പറയുന്ന ഓസ്കാറിന് തുല്യമായിട്ടുള്ള അവാർഡും തേടി വന്നു. അങ്ങനെ മാജിക്കിന് മാത്രം കൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആ ഒരു നിമിഷം, ആ ഒരു അമ്മ പറഞ്ഞ വാക്കുകളുടെ ചിന്തകൾ, ആ ചിന്തകൾ എൻ്റെ ചിന്തകൾ മുഴുവൻ മാറ്റിമറിച്ചു. ഇന്ന് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന കിഴക്കൂട്ടത്തുള്ള സെൻറ്ററിൽ 200-ലധികം ഭിന്നശേഷിയുള്ള കുട്ടികളും ഓട്ടിസവും സെറിബ്രൽ പാൾസിയും ബാധിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും സസുഖം കഴിയുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ MA യൂസഫ് അലി വന്ന സമയത്ത് അവിടെ ഒരു കാര്യമായിട്ടൊരു ഡൊണേഷൻ തന്നു. 1 കോടി രൂപ എല്ലാ വർഷവും തരാമെന്ന് പ്രഖ്യാപിച്ചു. കാസർഗോഡ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു സെൻറ്റർ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതോടുകൂടി നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, പിടിച്ചു വലിക്കും താഴേക്ക്. ഒരു കൂട്ടം ആളുകൾ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രവർത്തിച്ച് ആ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആ സ്ഥാപനം അതുപോലെ നിലനിൽക്കുന്നത്. ആ കുട്ടികൾ സമൃദ്ധമായി സന്തോഷമായ ആ മാതാപിതാക്കൾ അവിടെ നിന്ന് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഏതൊരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തും നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടാനില്ല. അപ്പോൾ കുട്ടികളോട് അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ഉള്ളിൽ നമ്മൾ നിറച്ചു കൊടുക്കേണ്ട കാര്യം, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനെ ചവിട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കുട്ടികളൊക്കെ വളരുന്ന സമൂഹം എന്ന് പറയുന്ന അത്രമാത്രം എന്താ പറയുക, അനുകൂലമായിട്ടൊരു കാലാവസ്ഥയിലല്ല വളരുന്നത്. എപ്പോഴും വഴിതെറ്റിപ്പോകാവുന്ന കാലമാണ്. മുല്ലാ നസറുദ്ദീൻ്റെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഡ്രസ്സിൽ കംപ്ലീറ്റ് ചെളിയായിരുന്നു. മുല്ലാ നസറുദ്ദീൻ പിടിച്ച് നല്ലൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, ഡ്രസ്സിൽ ചെളി പുരളാതിരിക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഡ്രസ്സിൽ ചെളി പുരളാതെ വന്നു, പക്ഷേ തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല. പിടിച്ചൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം അവൻ ഡ്രസ്സിൽ ചെളി പുരളാതെ വന്നു, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു. പക്ഷേ വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി പോയി. കൊടുത്തൊരടി, കൃത്യസമയത്ത് വീട്ടിലെത്താൻ വേണ്ടി അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൃത്യസമയത്ത് വന്നു, ഡ്രസ്സിൽ ചെളി പുരളാതെ വന്നു, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. മുല്ലാ നസറുദ്ദീൻ ഒരു നിമിഷം ഇങ്ങനെ കണ്ണടത്തുന്നതിന് ശേഷം കുട്ടിയെ കൊടുത്തൊരടി. അപ്പോൾ കുട്ടി ചോദിച്ചു, ഇന്ന് എന്തിനാ എന്നെ അടിച്ചു എന്ന് ചോദിച്ചു. മുല്ലാ നസറുദ്ദീൻ പറഞ്ഞു, മോനെ, എത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാലും അടി കിട്ടുന്നൊരു സമൂഹത്തിലാണ് നീ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ അടി നിനക്കൊരു പാഠമാവട്ടെ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ആ അടി കിട്ടാതിരിക്കാൻ വേണ്ടി, അവരിൽ ആത്മവിശ്വാസം വളർത്തുവാൻ വേണ്ടി നമ്മൾ മാതാപിതാക്കൾ കൊടുക്കേണ്ട റോൾ മോഡലായിട്ട് അവരുടെ മുമ്പിൽ നിന്ന് നയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ദാറ്റ് ഈസ് കോൺഫിഡൻസ്. ആൻഡ് ലാസ്റ്റ് ലെറ്റർ, ഹ്യൂമാനിറ്റി. അവിടെയാണ് ഞാൻ കനാനായ സഭയെ അഭിനന്ദിക്കുന്നത്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ സർവീസുകൾ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ, നന്മകൾ, അതാണ് ഏറ്റവും പ്രധാനം. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ടാവുമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ ശാസ്ത്രത്തിന് പകരം ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരുദാശു നീ ഓമലേ തരൂ തെല്ലെന്നത് കേട്ട രാമനോഹരി അമ്പരം നോദിനാൾ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ എന്ന് ചോദിക്കുമ്പോൾ, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി, അടിവരയിട്ടോണം, ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട പറ്റി വരണ്ട് നിന്ന് കൈ നീട്ടി നിൽക്കുന്ന ഒരു ആനന്ദൻ്റെ കൈക്കുമ്പിളിലേക്ക് ഒരു ചണ്ടാലപ്പെണ്ണൊഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരിക്കുടിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ വെള്ളത്തിൻ്റെ മാനവികത എന്ന് പറയുന്ന അതിനെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ
ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വരാൻ സാധിച്ചത്. അതുകൊണ്ട് സ്നേഹപൂർവ്വം ഈ ഹ്യൂമാനിറ്റിക്ക്, ഈ നന്മയ്ക്ക്, ഈ ചേർത്ത് പിടിക്കലിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.